ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൺഡേ എടുത്തിട്ടുള്ള വ്ളോഗാണ്. തമ്പനയിലും ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ തന്നെ വീട്ടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. എന്തൊക്കെയാണ് മേടിച്ചതെന്നും എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമ്മൾ വീട്ടിൽ വരുത്തുന്നതെന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ബെഡ്റൂമിലുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് വരുന്ന ഒരു കേർട്ടൻ ഇടുന്ന ഒരു കമ്പി വെക്കുന്ന ഒരു ഹോൾഡർ ഇല്ലേ, അത് ഇളകിപ്പോയായിരുന്നു. ശരിക്കും ഇത് കുറേ നാളുകൾക്ക് മുന്നേ ഇളകിയതാണ് കേട്ടോ. ഞങ്ങൾ അത് ശരിയാക്കണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഓൺലൈനിൽ ആളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രില്ല് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഈ ഒരു വർക്ക് മാത്രമായിട്ട് ചെയ്യാനായിട്ട് ആളിനെ വിളിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട്, ചെറിയ വർക്ക് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തപ്പോൾ അവരോട് പറഞ്ഞപ്പോഴത്തേനും ഡ്രില്ല് ചെയ്ത് ഇതുപോലെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു സാധനം അതിലേക്ക് വെച്ച് തന്നിട്ടാണ് അവർ പോയത്. പിന്നെ അതിന് ശേഷം ശരിക്കും കർട്ടൻസ് മേടിച്ചതിന് ശേഷം നമ്മൾ ഈ പൈപ്പ് ഫിറ്റ് ചെയ്യുന്നതാണല്ലോ നല്ലത്, അതുകൊണ്ട് അങ്ങനെ അങ്ങ് വിട്ടതാണ്. കേർട്ടൻ്റെ ഹോൾഡർ വരുന്നില്ല, ആ ഒരു പൈപ്പ്, ആ പൈപ്പിൻ്റെ അറ്റത്ത് വരുന്ന ഈ രണ്ട് ഡിസൈൻ പോലത്തെ ഒരു സാധനം, പേര് എനിക്ക് അറിയത്തില്ല. ഈ രണ്ട് സംഭവങ്ങൾ നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി. അപ്പോൾ പഴയത് എടുത്ത് കളയുകയുണ്ടായി. അതുകൊണ്ട് പുതിയത് രണ്ടെണ്ണം മേടിച്ചിട്ട് കേർട്ടൻ ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും പുതിയ കേർട്ടൻ മേടിച്ചാലേ ഇവിടെ ഇടാനും പറ്റുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഒരെണ്ണം മേടിച്ചത്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഇട്ടാലാണ് ഈ ഒരു ഡോറ് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അത് മറന്നു പോയതായിരുന്നു കേട്ടോ. വെപ്രാളത്തിൽ പോയി പർച്ചേസ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ മറന്നു പോയതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം ശരവണയിൽ നിന്ന് കുറച്ച് സാധനം എടുത്തുനിന്ന്, അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഈ ഒരു കേർട്ടൻ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പീസും കൂടി എടുത്താലാണ് നല്ല വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ രണ്ടാമതും ഞങ്ങൾ പോയി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് മൺഡേ ആണ് കേട്ടോ. മൺഡേ രാവിലെയാണ് ഈ കർട്ടൻസ് ഒക്കെ ഒന്ന് ഫിറ്റ് ചെയ്തത്. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ പോയിട്ട് പുതിയ കർട്ടൻ മേടിക്കാനുണ്ടായി. അതേ സെയിം പാറ്റേണിലുള്ളത് തന്നെയാണ് വാങ്ങിയത്. പിന്നെ ഇതൊക്കെ ഡിമാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഈ ഒരു കടായി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് ഇത്രയും അകലമുള്ളൊരു കടായി ഇല്ലായിരുന്നു കേട്ടോ. ഇത് നോൺ സ്റ്റിക്കാണ്. 499 രൂപയാണ് വരുന്നത് അതിൻ്റെ റേറ്റ്. പിന്നെ ഇതുപോലത്തെ ചെടികൾ വയ്ക്കുന്നതിനുള്ള ബാസ്ക്കറ്റുകളില്ലേ, നമ്മുടെ ഗ്രില്ലിലൊക്കെ തൂക്കിയിടാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അത് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. 99 റുപ്പീസാണ് വരുന്നത്. പിന്നെന്താ, ഈ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാം ഡിമാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങളാണ്. ശരിക്കും ഞങ്ങളുടെ ബെഡിൽ ക്യൂൻ സൈസ് ബെഡ്ഷീറ്റാണ് ആവശ്യമുള്ളത്. പക്ഷേ ഞാൻ ഡബിൾ ബെഡ്ഷീറ്റാണ് എടുത്തത്. അവർ പറഞ്ഞത് ക്യൂൻ സൈസിനും ചേരുമെന്നാണ് പറഞ്ഞത്. ഇനി ഇട്ട് നോക്കുമ്പോഴേ അറിയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ബെഡ്ഷീറ്റ് എടുത്തു. റേറ്റൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചവിട്ടുമെത്തയില്ലേ, ഫ്ലോർ മാറ്റ്, അതൊരെണ്ണം എടുത്തായിരുന്നു. പിന്നെ മെയിനായിട്ട് ഞാൻ ഡിമാർട്ടിൽ പോകുമ്പോൾ എടുക്കുന്ന കുറച്ച് ഐറ്റംസിൽ ഒന്നാണ് ഇതുപോലെ ഈ ലഞ്ച് ടവലില്ലേ. ആമിക്ക് ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോഴത്തേന് ലഞ്ച് ടവൽ കൊടുത്തു വിടണം. ലഞ്ചിനോടൊപ്പം തന്നെ അവർക്കൊരു ടവലും കൂടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലഞ്ച് ടവലും അതുപോലെ തന്നെ കിച്ചണിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കിച്ചൺ ടവലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടവലൊക്കെ നല്ല വർത്തായിട്ട് എനിക്ക് തോന്നി. നമ്മൾ എങ്ങനെ പോയാലും ഇവിടെ ശരവണയിലൊക്കെ ഇത് മേടിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് മേടിക്കും. 120 150 രൂപയ്ക്കൊക്കെയാണ് തരുന്നത്. അതുകൊണ്ട് ഡിമാർട്ടിൽ നിന്ന് എടുക്കുകയുണ്ടായി. പിന്നെ ഇത് ആമിക്ക് വേണ്ടിയിട്ടുള്ള ഷോർട്സ് ആണ്. ഇതൊരു 3 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം അവൾ ഇട്ടതിന് ശേഷം കഴുകിയിട്ടു. സോക്സിൻ്റെ ഒരു 3 സെറ്റ് ഉള്ളത്. പിന്നെ നമ്മുടെ ചെവരിലൊക്കെ ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കർ പോലത്തെ ഹൂക്കില്ലേ, അത്. പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഹസ്ബൻഡിനെ ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷേ ഇത് കുറേ നാളിങ്ങനെ അടച്ചു വെച്ചിരുന്ന പുതിയ ബോട്ടിലായതുകൊണ്ട് ഒരു ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട്. അതുകൊണ്ട് ഹസ്ബൻഡിന് ഇത് വേണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മെയിനായിട്ട് മേടിച്ചത് ഈ ഒരു കൊടിവിളക്കാണ് കേട്ടോ. നമുക്ക് പൂജാ റൂമിൽ കൊടിവിളക്ക് യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വിളക്ക് കൊളുത്തേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരെണ്ണം മേടിച്ചു. 170 റുപ്പീസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആമിയുടെ പ്ലേറ്റ് അതാണ് കേട്ടോ, ഞാൻ എടുത്തുകൊണ്ട് വന്നു. കഴുകുന്നതിന് മുന്നേ തന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ബാമ്പൂൻ്റെ ഒരു ചോപ്പിംഗ് ബോർഡ് ഞാൻ എടുത്തു. എനിക്ക് വുഡിലുള്ള ചോപ്പിംഗ് ബോർഡ് ഒരെണ്ണം ഉണ്ട്, പക്ഷേ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒരെണ്ണം എടുക്കാമെന്ന് ഓർത്തു, അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇത് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറില്ലേ, ആ സംഭവമാണ്. അതും ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഡിമാർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്തിട്ടുള്ളത്. എനിക്കതിൽ വർത്തായിട്ട് തോന്നിയത് ആ ഒരു ഫ്ലോർ മാറ്റാണ്. അത് 99 റുപ്പീസാണ് വരുന്നത്. നമ്മുടെ ശരവണയിലാണെങ്കിൽ നല്ല റേറ്റ് മേടിക്കും. പിന്നെന്താ, ഇത് ശരവണയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവമാണിത്. ശരിക്കും നമ്മുടെ വീട്ടിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എനിക്ക് വെക്കുന്നതിനേക്കാളും നമ്മുടെ സാധാരണ നല്ല പ്ലാന്റ്സ് ഉണ്ടല്ലോ, അത് വെക്കാനാണ് ഇഷ്ടം. പക്ഷേ നമ്മുടെ വീട്ടിനുള്ളിൽ ഭയങ്കര ചൂടാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് മനുഷ്യർക്ക് പോലും ഇരിക്കാൻ പറ്റില്ല
വീട്ടിനുള്ളിൽ. അപ്പോൾ എന്തായാലും ചെടികളുടെ കാര്യം പറയണ്ടല്ലോ. അതുകൊണ്ട് എന്തായാലും അങ്ങനെ എൻ്റെ ആ മോഹം ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്തായാലും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പോഴൊന്നും അല്ല, വീട് വെച്ച സമയത്തേ ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ലിസ്റ്റ് എഴുതി വെച്ചേക്കുമായിരുന്നു. അങ്ങനെ അവസാനം നമുക്ക് നമ്മുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ട് ഈ സംഭവങ്ങൾ. റേറ്റൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് വെച്ചത്, എങ്ങനെയൊക്കെയാണ് ഞാൻ വീട് സെറ്റ് ചെയ്യുന്നതൊക്കെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് നോക്കിയാലും മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും കൂടി മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്തൊക്കെ സാധനങ്ങളാണ് ഇഷ്ടം, നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ പർച്ചേസ് ചെയ്യുന്നത്, നിങ്ങൾക്കും ഇതുപോലെയൊക്കെയാണോ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടം എന്നൊക്കെ കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുതേ. പിന്നെന്താ, കർട്ടൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും നമ്മുടെ ബെഡ്റൂമിലത്തേക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. ഞങ്ങളുടെ ബെഡ്റൂമിൽ 2 ജനലുണ്ട്. അപ്പോൾ 2 ജനലിലും ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള കർട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. ശരവണയിൽ വന്നപ്പോൾ ഉണ്ട്, അവിടെയും ബെഡ്ഷീറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്, ഇത് ശരിക്കും പ്യുവർ കോട്ടൺ അല്ല, ഡിമാർട്ടിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് പ്യുവർ കോട്ടനാണ്. ശരവണയിൽ നിന്ന് നമുക്ക് പ്യുവർ കോട്ടണിലുള്ളത് കിട്ടിയില്ലായിരുന്നു. നല്ല റേറ്റ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, 1000-ന് പുറത്ത് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഒരു 399 400 റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഈ സെയിം ഇതേ അളവിനുള്ളത് തന്നെ പ്യുവർ കോട്ടൺ ആണ് നമ്മൾ ഡിമാർട്ടിൽ നിന്ന് 450-ക്കോ മറ്റോ എടുത്തിട്ടുണ്ടായിരുന്നത്. റേറ്റ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. പിന്നെ ഓയിൽ ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നേരത്തെ ഗ്ലാസ്സിലുള്ള ഓയിൽ ബോട്ടിലാണ് ഉണ്ടായിരുന്നത്. ശരിക്കും എന്നെ കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സ്റ്റീലിലുള്ളത് എടുത്തു കേട്ടോ. ഇത് 350 മറ്റോ ആണ്, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് മേടിക്കണമെന്ന്. ഇതാകുമ്പോൾ നമുക്ക് കഴുകാനും ഒക്കെ നല്ല ഈസിയാണ്. മാത്രമല്ല സ്റ്റീലല്ലേ, അതുകൊണ്ടൊന്നും പേടിക്കണ്ട, തറയിൽ വീണ് പൊട്ടിപ്പോകുന്നൊന്നും പേടിക്കണ്ട. പിന്നെ ഒരു ചെറിയൊരു ഭരണി എടുത്തു, ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് വാങ്ങിയത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജനലിൽ നമുക്ക് നേരത്തെ കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് ആ കർട്ടൻ എടുത്ത് മാറ്റിയായിരുന്നു, കാരണം അതിൻ്റെ ഒരു സൈഡ് ഒന്ന് കീറിപ്പോയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കർട്ടൻ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു കർട്ടൻ എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് കെട്ടി വയ്ക്കാനുള്ളൊരു ഒരു ടാഗ് പോലെ, ഒരു വള്ളി പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചന്ദന കളറിൽ വരുന്ന കർട്ടനിൽ അങ്ങനെ കെട്ടുന്നതിനുള്ള സെറ്റപ്പൊന്നും ഇല്ല, സാധാരണ കർട്ടനാണ്. അതുകൊണ്ട് തന്നെ റേറ്റിനും വ്യത്യാസമുണ്ട്. ചന്ദന കളറിന് അധികം റേറ്റ് ആയിട്ടില്ല, മറ്റേതിന് റേറ്റ് കൂടുതലാണ്. കർട്ടനൊക്കെ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ റൂമിനുള്ളിൽ നല്ലൊരു വെളിച്ചവും നല്ല ആ ഒരു റൂം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായല്ലേ. പിന്നെ ഈ അരളിപ്പൂക്കൾ പോലത്തുള്ള പൂക്കളാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വൈറ്റും ഈ ഒരു ചെറിയൊരു പിങ്ക് പോലത്തെ ഒരു കോമ്പിനേഷനും വരുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റാൻഡും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബെഡ്റൂമിൽ തന്നെ സൈഡിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു ഒറ്റ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഉള്ളത്. ആ ഒരു ഫ്രിഡ്ജിൻ്റെ മേലെ ഇരിക്കുന്ന കണ്ടില്ലേ, അത് മാത്രമാണ് ഉള്ളത്. പിന്നെ ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ കിച്ചണിൽ നിന്ന് ഈ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഒന്ന് വെളിയിലെടുപ്പിച്ചു. ഇത് ഹസ്ബൻഡിൻ്റെ വല്യമ്മ തന്നതാണ് കേട്ടോ, കുറേ നാളുകൾ മുന്നേ തന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വലിയ ചെടിയില്ലേ, ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഇതും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നൊരു സാധനമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്ടർ ക്യാൻ ഇരിക്കുന്ന ഈ ഒരു പോർഷനിൽ പ്ലെയിനായിട്ട് കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സംഭവം പ്ലാന്റ് പോലത്തെ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും തെങ്ങിൻ്റെ പോലത്തെ ചെടിയാണ് വെക്കാനായിട്ട് ഉദ്ദേശിച്ചത്, പക്ഷേ അത് ഭയങ്കര റേറ്റായിരുന്നു. ഉള്ളതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ് നോക്കിയാണെടുത്തത് 750 സംതിങ്ങോ ആണ് ഈ ഒരു ചെടിയുടെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു പോസിറ്റീവ് കോഡ്സിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഒരു പോസിറ്റീവ് കോഡ്സ് നമ്മുടെ വീട്ടിൽ വയ്ക്കണമെന്ന് അതും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. കാരണം നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി ചുമ്മാതിരുന്നാലും നമ്മുടെ കൺമുന്നിൽ ഇതുപോലത്തെ കോട്സുകൾ, നല്ല നല്ല കോട്സുകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു എനർജി വരികയും നമ്മൾ അറിയാതെ തന്നെ നമ്മളൊന്ന് പോസിറ്റീവ് ആവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മുടെ ഒരു ടേബിളിൻ്റെ മേലെ ഞാനൊരു ബോട്ടിലിനകത്ത് ലക്കി ബാമ്പുവിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്ത് പോയപ്പോൾ പുറത്തുനിന്ന് ഒരു മാളിൽ കയറിയപ്പോഴത്തേനും അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ചുമ്മാ അത് കൊണ്ട് വെള്ളത്തിലിട്ടേക്കുന്നതാണ്, വളരുമെന്ന് അറിയില്ല, എന്തായാലും ഇട്ടേക്കാം. വേര് വരുവാണെങ്കിൽ ടെറസിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ച് പിടിപ്പിക്കാമെന്നുള്ള രീതിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ നേരെ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണിൽ ഞാനിപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാതെ ഒന്ന് തുടച്ചെടുക്കുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ ഓയിൽ ബോട്ടിലൊക്കെ ഇവിടെ വെക്കണം. പിന്നെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ പീസ് ഇവിടെ ഒന്ന് ഒട്ടിക്കാനുണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ കൈയോടെ തന്നെ ഭരണിയിൽ കുറച്ച് അഴുക്കിരുന്നത് കൊണ്ട് അതൊന്ന് തുടച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിൽ ബോട്ടിലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ 2 സോക്സ് ഇട്ട് വെച്ചേക്കുന്നില്ല, അതെനിക്ക് പറ്റുന്നില്ല ഇനി ഹാൻഡിൽ ചെയ്യാനായിട്ട്. പിന്നെ അതും മാത്രമല്ല, അതിൻ്റെ ഒരു പുറം ആ ഒരു ലിഡ് ഉണ്ടല്ലോ, ഒരു അടപ്പ്, ആ ഒരു സംഭവം ഭയങ്കര ലൂസാണ്. അപ്പോൾ നമ്മളിങ്ങനെ എണ്ണ എടുത്ത് ഒഴിക്കുമ്പോഴത്തേനും എണ്ണ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും റിസ്ക് എടുത്തത് യൂസ് ചെയ്യേണ്ട, അതുകൊണ്ട് പുതിയതൊരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴൊന്നും ഇല്ല, ഞാൻ ഏകദേശം ഒരു വർഷത്തിന് മുന്നേ ഞാൻ ആലോചിക്കുന്നതാണ് ഇത് മാറ്റണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത്. അങ്ങനെ എന്തായാലും കൈയോടെ തന്നെ ആ ഒരു സ്റ്റാൻഡിനകത്തിരുന്ന സാധനങ്ങളൊക്കെ എടുത്തൊന്ന് മാറ്റിയിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു. പിന്നെ അതത് സാധനത്തേനെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. അഡീഷണലായിട്ട് നമുക്കിപ്പോൾ ഓയിൽ ബോട്ടിലുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ഒന്നിൽ സൺഫ്ലവർ ഓയിലും ഒന്നിൽ കോക്കനട്ട് ഓയിലാണ് വെച്ചേക്കുന്നത്, വെളിച്ചെണ്ണയില്ലേ അതാണ്. ശരിക്കും ഇതിൽ പേരൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കിച്ചൺ ഞാൻ മാത്രമാണല്ലോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയാം, എണ്ണയൊക്കെ ആണെങ്കിലും 2 അടുത്ത് വെച്ചാലും ഏതാണ് ഏതിലിരിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാകും കേട്ടോ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാറിപ്പോകുന്ന അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് വരാറില്ല. പിന്നെ ഈ ഒരു ആന്തൂറിയത്തിൻ്റെ പൂവില്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ എടുത്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ ഈ ഒരു സംഭവത്തിൻ്റെ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഞാൻ കിച്ചണിൽ വെക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് മേടിച്ചത്. അപ്പോൾ ശരിക്കും ഇവിടെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആകെ അങ്ങോട്ട് കൺഫ്യൂഷനായിപ്പോയി, എങ്ങോട്ട് വെക്കണം എവിടെ വെക്കണം എന്നുള്ളതൊക്കെ. അങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് മാറ്റി വെച്ചിട്ട് ഫൈനലായിട്ടൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഞാൻ ഇപ്പോൾ വെച്ചേക്കുന്ന പൊസിഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ചോറും കറികളൊക്കെ വെച്ചിട്ട് എടുത്ത് ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെക്കാറുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ചൂട് തട്ടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് ഉരുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ലാസ്റ്റ് പോർഷനിൽ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് കോർണറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ അടിമുടി മാറിയതുപോലെ തന്നെ തോന്നിയിട്ടുണ്ട് എനിക്ക്. എന്തെങ്കിലും ഒരു പ്ലാന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലവറോ എന്തെങ്കിലും ഒരു സംഭവം നമ്മളിങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മുടെ കിച്ചൺ ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ തോന്നും. നമുക്ക് കിച്ചണിൽ കയറിയിട്ട് ജോലി ചെയ്യാനും ഒരു ഉന്മേഷമാണ്. നമ്മുടെ കിച്ചൺ കളർഫുള്ളാക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനമാണ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പുറം വശത്ത് മറ്റേ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ, അത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കത് ഇളക്കിയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ പൈസയൊന്നും കൊടുത്ത് മേടിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ശരിക്കും നമുക്ക് വീട്ടിൽ തന്നെ നമുക്കിതൊക്കെ ചെയ്ത് ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് ഇതുപോലെ പഴയ കാർഡ്ബോർഡ് കവറിലൊക്കെ നന്നായിട്ട് കളർ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ആണെങ്കിലും ഫ്ലവർ വൈസൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാം. എനിക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ അറിയില്ലാത്തത് കൊണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെർഫെക്ഷൻ ആവില്ലാത്തത് കൊണ്ടും പിന്നെ മടിയായതുകൊണ്ടും ഞാൻ മേടിക്കാത്തതാണ്. അങ്ങനെ നമ്മുടെ നമ്മുടെ അടുക്കളയൊന്ന് സുന്ദരിയാക്കിയിട്ടുണ്ട്. ശരിക്കും അത്രയും സംഭവങ്ങൾ അവിടെ വന്നപ്പോൾ തന്നെ വല്ലാത്തൊരു മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നി. പിന്നെ അടുത്തതായിട്ട് നമ്മളുടെ അടുത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള വാൾപേപ്പേഴ്സാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി. ഈ ഒരു ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കർ എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു, നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയായിട്ട് ബട്ടർഫ്ലൈസിനെ ഒട്ടിക്കണമെന്ന്. അങ്ങനെ ഞാനത് ചെയ്യുന്നുണ്ട്. പിന്നെ ശരിക്കും ഈ ഒരു റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ എപ്പോഴും മുന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്ന കാര്യമാണ്, ഇവിടെ മൊത്തം അഴുക്കാണ്, ആമി വരച്ചും കുറിച്ചും ഒക്കെ വെച്ചേക്കുന്നതാണെന്നൊക്കെ പറയാറില്ലേ. ഇത് ഞാൻ കാത്തിരുന്നിട്ട് അവസാനം ഞാൻ സാധിച്ചെടുത്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. വൈറ്റ് കളറിൽ ലൈൻസ് ആയിട്ടുള്ള, അതായത് ഗോൾഡൻ ലൈൻസ് ആയിട്ട് വരുന്ന വാൾപേപ്പറാണ് എടുക്കാനായിട്ട് ഇരുന്നത്. പക്ഷേ ഞാൻ ഓർത്തു പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി ഫ്ലോറൽ പ്രിൻ്റ് ഉള്ളത് വരുമ്പോഴത്തേനും കുറച്ചൊന്നും കാണാനും ഭംഗിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെടുത്തു. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലും എല്ലാത്തിലും കിടപ്പുണ്ട് ഈ സംഭവം. ഏതിലാണോ റേറ്റ് കുറവ് അതിൽ നിന്ന് നോക്കിയിട്ട് മേടിക്കാം. ഞാൻ ഷോപ്പിലൊന്നും ഈ സാധനം കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഹസ്ബൻഡും കൂടി ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഹസ്ബൻഡിന് ജോലി ഉള്ളതുകൊണ്ട് ജോലി ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്നെ അത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തു. ശരിക്കും ചുവരിൻ്റെ ഫുൾ പോർഷനിൽ ഒട്ടിച്ചിട്ടില്ല, ആ ഒരു ജനലിൻ്റെ പോർഷനിൻ്റെ ആ ഒരു ഭാഗം വരുന്നതായിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സെലക്ഷൻ എന്നുള്ളതൊന്ന് പറഞ്ഞേക്കണേ. ഫ്ലവർ വൈസും ആ ഒരു കർട്ടനും എല്ലാം കൂടി ആയപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട്. പക്ഷേ ശരിക്കും അവസാനമായിട്ട് എല്ലാ ഫൈനൽ ലുക്ക് എടുത്ത് നോക്കിയപ്പോൾ
നോക്കിയപ്പോഴത്തേനുണ്ട് ആ ഒരു കേർട്ടൻ്റെ കളറ് ഭയങ്കര ഡാർക്കായിട്ട് തോന്നി. അതുകൊണ്ട് എന്തായാലും ആ കർട്ടൻ ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി ലൈറ്റ് കളറ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ കർട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഫൈനൽ ലുക്കിൽ ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ കൊടുക്കും, നിങ്ങളൊന്ന് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കർട്ടനാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ തിങ്കളാഴ്ച ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഉണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന അലമാര വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ശരവണയിൽ പോയിട്ട് അലമാര നോക്കിയെന്ന്. അങ്ങനെ ഞങ്ങൾ അലമാര ഡെലിവറി ഡേറ്റ് ഇന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അലമാരയൊക്കെ വന്നു. അതിനുശേഷം ആമി സ്കൂൾ വിട്ട് വന്ന സമയമാണ്. അങ്ങനെ പിന്നെ കൈയോടെ തന്നെ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ എടുത്തതിന് ശേഷം നേരെ കൊണ്ടുവന്ന് ഞാനും ഹസ്ബൻഡും കൂടി കൊണ്ടുപോയി ആമിയുടെ റൂമിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷെൽഫിനകത്ത് ഹസ്ബൻഡിൻ്റെ മാത്രം ഡ്രസ്സസ്സാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഹസ്ബൻഡ് പുറത്തിടുന്നതും വീട്ടിലിടുന്നതും ആയിട്ടുള്ള ഡ്രസ്സുകൾ. നേരത്തെ ഈ ഒരു ഷെൽഫാണ് ഉണ്ടായിരുന്നത്. ഞാനിത് ശരിക്കും കളയാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ പിന്നീട് ഓർത്തു കളയേണ്ട കാര്യമില്ല, കാരണം നല്ല സ്പേസും ഉണ്ട്, മാത്രമല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ്. അലമാരയൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ പോയിട്ട് വീണ്ടും ശരവണയിൽ പോയിട്ടുണ്ടായിരുന്നു. ആമിക്ക് 1-2 സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് മേടിക്കണമായിരുന്നു. അക്കൂട്ടത്തിൽ തന്നെ ഞാൻ കർട്ടനും കൂടി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കർട്ടനൊക്കെ വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ അലമാര വന്ന പാടെ തന്നെ ഞങ്ങളതെല്ലാം ഒന്ന് ഒതുക്കി ക്ലീനൊക്കെ ചെയ്തിട്ട് റൂമിലേക്ക് ആക്കിയിട്ടാണ് പോയത്. പിന്നെ വന്നതിന് ശേഷമാണ് തുണികളൊക്കെ മടക്കി വെച്ചതും ഒക്കെ. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയൊന്നും പെയ്യുന്നില്ലാത്തത് കൊണ്ട് ഭയങ്കര ചൂടായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ റൂമിലേക്ക് കയറാനോ ഒന്നും പറ്റുന്നില്ല, ഭയങ്കര ചൂടായ കാരണം കൊണ്ട്. ഇപ്പോൾ ആകെ എല്ലാം കൂടി ഇരിക്കുന്നത് കൊണ്ട് ഭയങ്കര മെസ്സിയായിട്ട് കിടക്കുവാണ് റൂം. എന്നാലും കുഴപ്പമില്ല, നമുക്കുള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു കർട്ടനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ടാമത് പോയി പർച്ചേസ് ചെയ്തതെന്ന്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ജനലിലിടാനും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ജനലിലിട്ട കർട്ടൻ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.